നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമേ, ആടിയനിതാ ആടിയനിതാ. ഈശോ ആടിയനിതാ, ഈശോ ആടിയനിതാ, ഈശോ ആടിയനിതാ. നീ എൻ്റെ രക്ഷകനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മറവിടവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി, ആടിയനിതാ ആടിയനിതാ. ഈശോ ആടിയനിതാ, ഈശോ ആടിയനിതാ, ഈശോ ആടിയനിതാ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നേരവും ആരാധന. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ജീവിതം തകർത്ത് കളയുന്ന സഹനാനുഭവങ്ങൾ നമുക്കുണ്ടാകും. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന ധർമ്മസങ്കടം. രോഗം മാറാൻ ആതുരാലയങ്ങളിൽ കയറിയിറങ്ങിയിട്ടും രോഗം കൂടിക്കൂടി വരുന്നു. സ്വന്തം മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും അവർ വീണ്ടും വീണ്ടും തിന്മയുടെ വഴികളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി രാവും പകലും അധ്വാനിച്ചിട്ടും കടക്കിണി കൂടിക്കൂടി വരുന്നു. എന്തേ ഈ സഹനം? സഹനമൊരു വാതില. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവിടുന്ന് തുറക്കുന്ന വാതിൽ. ധ്യാനിക്കണം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം. പത്രോസ് എന്നൊരു മനുഷ്യൻ രാത്രി മുഴുവൻ ഗലീലിയ തടാകത്തിൽ വല വീശുകയാണ്. അവൻ മുക്കുവനാ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവൻ്റെ വലയിൽ ഒരു തരി മീൻ പോലും കുടുങ്ങിയില്ല. അവൻ്റെ പ്രാർത്ഥനയോ അവൻ്റെ അധ്വാനമോ ദൈവം കേട്ടില്ല.
നിരാശയോടെയാ അവൻ ശൂന്യമായ തോണിയുമായി തീരത്തണഞ്ഞത്. എന്നാൽ ആ തീരത്ത് ക്രിസ്തു കാത്തിരുന്നു. എല്ലാ കൂട്ടുകാരുടെയും വഞ്ചിയിൽ മത്സ്യമുണ്ടായിരുന്നു. എന്നാൽ പത്രോസിൻ്റെ വഞ്ചി മാത്രം ശൂന്യമായതുകൊണ്ടാണ് ക്രിസ്തു അവനോട് പറഞ്ഞത്, ഞാൻ നിന്റെ വഞ്ചിയിലേക്ക് കയറിയിരിക്കട്ടെ എന്ന് വചനം പ്രഘോഷിക്കാൻ. ആ ഒരു നിമിഷമാ പത്രോസിന് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആ രാത്രി മുഴുവൻ താൻ അധ്വാനിച്ചിട്ടും തൻ്റെ വലയിൽ ഒരു മീൻതരി പോലും കുടുങ്ങാതിരുന്നതെന്ന്. ദൈവം തൻ്റെ വഞ്ചി ശൂന്യമാക്കുകയായിരുന്നു ക്രിസ്തുവിന് കടന്നു വരുവാൻ, ക്രിസ്തുവിന് ഇരിക്കുവാൻ ഒരിടം കൊടുക്കുവാൻ. പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ ശൂന്യത തരുന്നത് ആ ശൂന്യതയിലേക്ക് അവിടുന്ന് കടന്നു വരുവാൻ വേണ്ടിയാണ്. ട്രഷർ എന്നൊരു കവിതയുണ്ട്. ആ കവിതയുടെ ആശയവും ഇങ്ങനെ തന്നെയാണ്. ദൈവം എൻ്റെ വിലപ്പെട്ട നിധികളൊക്കെ കവർന്നെടുത്തു. എൻ്റെ സൗന്ദര്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ മക്കളെ എല്ലാം നഷ്ടപ്പെട്ട ശൂന്യമായ കരങ്ങളോടെ ഞാനിങ്ങനെ അലഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ ശൂന്യമായ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്താൻ. ഞാൻ ഉയർത്തിയപ്പോൾ ആ ശൂന്യമായ കരങ്ങളിലേക്ക് അവിടുന്ന് അവൻ്റെ അനുഗ്രഹം വർഷിച്ചു. ആ ഒരു നിമിഷം എനിക്ക് ബോധ്യമായി, എന്തിനാണ് ദൈവം എൻ്റെ കരങ്ങളെ ശൂന്യമാക്കിയതെന്ന്. അവൻ്റെ അനശ്വര കൃപകൾ എന്നിലേക്ക് വർഷിക്കാൻ വേണ്ടി മാത്രം. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെയും സഹനം കൊണ്ടിങ്ങനെ ശൂന്യമാക്കും, അവൻ്റെ കൃപകൾ നമ്മളിലേക്ക് നിറയ്ക്കാൻ വേണ്ടി. ഓർക്കുകയാണ്, രാത്രി വളരെ വൈകി വന്നൊരു ഫോൺ. എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ നിന്ന് വിളിച്ചതൊരമ്മയാണ്. വെതുമ്പുന്ന സ്വരത്തോടെയാണ് അമ്മ വിളിച്ചത്. അമ്മ പറഞ്ഞു, അമ്മയുടെ ഏക മകൻ ആക്സിഡൻറ്റിൽ മരിച്ചുവെന്ന്. ഈ കുടുംബത്തിൽ എനിക്കൊരുപാട് പരിചയമുണ്ട്. ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു കുടുംബം. എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. എല്ലാ വർഷവും ധ്യാനത്തിൽ ഒരുമിച്ച് പോകും. ജീവിത പങ്കാളി പാരിഷ് കമ്മിറ്റി അംഗമാ. ഈ അമ്മ ഗായക സംഘത്തിലെ ഒരു നല്ല ഗായികയാണ്. മകൻ ചെറുപ്പത്തിലെ അൾത്താര ബാലനായി മുതിർന്നപ്പോൾ KCYM അംഗമാണ്. എല്ലാവർക്കും മാതൃക ഉണ്ടാക്കുന്ന നല്ലൊരു കുടുംബം. ഈ മകൻ പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് അൾത്താര അലങ്കരിക്കുവാൻ ചെന്നതാ. എല്ലാ അലങ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി വൈകി ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു. എതിരെ വന്നൊരു ടിപ്പർ ലോറി ഇടിച്ച് വീഴ്ത്തി കടന്നുപോയി. ആരും കണ്ടില്ല. പ്രഭാതത്തിൽ പത്രമിടാൻ വന്നവരാ അവൻ്റെ ചേതനയറ്റ ശരീരം കണ്ടത്. ഈ മകൻ്റെ ചരമദിനത്തിൽ അവൻ്റെ ശവമഞ്ചത്തിൽ അന്തിമ പ്രാർത്ഥന ചെല്ലുവാൻ ചെന്നപ്പോൾ അമ്മ അവിടെ ഇരുന്നു കൊണ്ട് വിതുമ്പുന്നുണ്ടായിരുന്നു. ഞാൻ ഭയപ്പെട്ട എന്ന അനിവാര്യമായൊരു ചോദ്യം ആ നിമിഷം അമ്മ എന്നോട് ചോദിച്ചു, എന്തേ ദൈവം ഞങ്ങളോടിത് ചെയ്തത്? എന്തുത്തരം പറയാനാ? ഈ അമ്മയ്ക്ക് മുമ്പ് ഒരുപാട് പേർ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ആശ്വാസദായകമായി എന്തുത്തരമാണ് ഞാൻ കൊടുക്കുക? എന്നോടൊപ്പം പഠിച്ചൊരു സെമിനാർ വിദ്യാർത്ഥി അകാരണമായൊരു കാരണത്താൽ സെമിനാരിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവൻ ഇതേ ചോദ്യം ചോദിച്ചു. എൻ്റെ അങ്കിളിൻ്റെ ബിസിനസ് തകർന്നപ്പോൾ അങ്കിൾ എന്നോടിത് ചോദിച്ചു. ക്യാൻസർ വന്നൊരു കസിൻ സിസ്റ്റർ എന്നോടിത് ചോദിച്ചു. അനുദിനം ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനിയും പലരും ചോദിക്കും, എന്തുകൊണ്ടാ ദൈവം ഈ സഹനം ഞങ്ങൾക്ക് തന്നതെന്ന്. അവർക്ക് എന്ത് ആശ്വാസവാക്ക നാം പറയുക? പത്രോസിനെല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ വഞ്ചി ശൂന്യമായിരുന്നു. എന്നാൽ ആ വഞ്ചിയിലേക്ക് ക്രിസ്തു കടന്നു വന്നപ്പോൾ അതേ വഞ്ചിയിൽ, അതേ വലയിൽ, അതേ മുക്കുവൻ, അതേ തടാകത്തിൽ വല വീശിയപ്പോൾ മത്സ്യങ്ങളുടെ സമൃദ്ധി. അതേ ഒരു വ്യത്യാസം മാത്രം, ആ വഞ്ചിയിൽ
ക്രിസ്തുവുണ്ടായിരുന്നു. നമ്മുടെ സങ്കടങ്ങളുടെ മധ്യേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, അതാണ് അനുഗ്രഹത്തിൻ്റെ ഏക വഴി. ഓർക്കുകയാണ് റിക് വാറന്റ്, അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായൊരു വചനപ്രഘോഷകനാണ്. ഒബാമയുടെ സ്പിരിച്വൽ ഡയറക്ടറാണ്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം സംഭവിച്ചു. തൻ്റെ മകൻ മാത്യു 27 വയസ്സാണ്. ചില മാനസിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. പലവിധ ട്രീറ്റ്മെൻറ്റുകളും നടത്തി, എന്നാൽ ഒന്നും ഫലിക്കുന്നില്ല. ഒരു ദിവസം, അത് 2013 ഏപ്രിൽ 5-ാം തീയതിയാണ്, ഈ മകൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ അപ്പൻ ചെന്നു. വാതിൽ മുട്ടി, തുറക്കുന്നില്ല. ഈ അപ്പൻ എന്തെന്നില്ലാത്ത ആശങ്കയായി, അസ്വസ്ഥതയായി ഒടുവിൽ പോലീസിനെ വിളിച്ചു. പോലീസാണ് കതക് തകർത്തപ്പോൾ ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ ഈ അപ്പൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ഈ മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സഹനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ഒക്കെ അനുദിനം പ്രഘോഷിച്ച ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതാ വലിയൊരു അനർത്ഥം. തൻ്റെ മകൻ മരിച്ചു. 4 മാസത്തോളം അയാൾ സ്വന്തം മുറിയിലേക്ക്, അതിൻ്റെ ഏകാന്തതയിലേക്ക് പിന്മാറി. ലോകം മുഴുവൻ ഇദ്ദേഹത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കി. ഈ സങ്കടം വന്നപ്പോൾ, ദുരന്തം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് ഇയാൾ അകന്നു പോയെന്ന് വിചാരിച്ചു. എന്നാൽ 4 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പ്രസംഗപീഠത്തിലേക്ക് തിരികെ വന്നു. ജനം അയാൾ എന്താണ് പറയുന്നതെന്നറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ, എന്നാൽ നിറമിഴികളോടെ അയാൾ പറഞ്ഞു, എൻ്റെ സങ്കടം എന്താണെന്ന് എൻ്റെ ദൈവപിതാവിനറിയാം. കാരണം ആ പിതാവിനും കാൽവരിയിൽ തൻ്റെ മകനെ നഷ്ടപ്പെട്ടു. ഈ സങ്കട നേരത്ത് നിങ്ങളുടെ ഒരാശ്വാസ വചസ്സും എനിക്ക് കരുതായിട്ട് മാറിയിട്ടില്ല. എന്നാൽ ദൈവസാന്നിധ്യ അവബോധം എന്നെ ബലപ്പെടുത്തി. We don't want any explanation. We need God's presence. We don't want any explanation. We need God's presence. അതെ, സങ്കടങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, അതാ അതിനതിജീവിക്കുവാനുള്ള ഏക വഴി. ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, തിക്താനുഭവങ്ങളുണ്ടാകും. മറ്റുള്ളവർ പറയുന്ന ആശ്വാസവാക്കല്ല, അതിനപ്പുറം നമ്മുടെ വേദനകളുടെ മധ്യേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടെ, ഒരാരാധനയുടെ ഈരടിക നമുക്കിപ്പോൾ ആലപിക്കാം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി വന്നു താങ്ങുവാൻ നാഥാ. ഇല്ല
വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥാ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. പത്രോസ് ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവൻ്റെ വലയിൽ ഒന്നും കുടുങ്ങിയില്ല. പ്രഭാതത്തിൽ അവൻ്റെ ജീവിത തോണിയിലേക്ക് കടന്നു വന്നത് ക്രിസ്തുവാ. അവൻ്റെ വഞ്ചിയെ ക്രിസ്തു വചനപീഠമാക്കി. എന്നിട്ട് പറഞ്ഞു, നീ വീണ്ടും വല വീശ. നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമാ നമ്മുടെ പ്രയത്നങ്ങൾ ഫലദായകമാകൂ, നമ്മുടെ അധ്വാനം ഐശ്വര്യസമൃദ്ധമാകൂ. പ്രാർത്ഥിക്കുക, ഈ സഹനങ്ങളുടെ മധ്യേ, ഈ വേദനകളുടെ മധ്യേ ക്രിസ്തുവേ നീ കടന്നു വരിക. നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ആത്മീയ കരുത്താണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരം കിട്ടട്ടെ, ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് ആശ്വാസം കിട്ടട്ടെ, ഞങ്ങൾക്ക് വേദനകൾക്ക് ഒരു ഉത്തരമുണ്ടാകട്ടെ. സിയോൻ വഴിയിൽ സ്നേഹം തിരഞ്ഞ് ഒരുപാടു നീറി ഞാൻ. ഭാരം ചുമന്നും രോഗം സഹിച്ചും മിഴിനീര് തൂകി ഞാൻ. മുള്ളിൽ കുടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണി ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. കാൽവരിയിൽ കുരിശിന്റെ വിരുമാറിക്കിടക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്കുക. ലോകം മുഴുവനും അവനെ വേദനിപ്പിക്കുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർ തന്നെ അവൻ ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞു, തനിച്ചാക്കി ഓടിപ്പോയി. മാനവരാശി മുഴുവനും അവനെ നിന്ദിച്ചു. അവൻ സൃഷ്ടിച്ച ഭൂമി പോലും അവന് മരിക്കാൻ ഇടം കൊടുത്തില്ല. അവൻ തെളിയിച്ച സൂര്യൻ പോലും ആ പകൽ സമയത്ത് അവന് വെളിച്ചം നൽകിയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ വേദനയോട് അവൻ കിടക്കുമ്പോഴും അവൻ ദൈവപിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ആ നിറവിലാണ് അവൻ പറഞ്ഞത്, പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോയേക്കാം, ഈ ലോകം തന്നെ നമ്മളെ ത്യജിച്ചേക്കാം. എല്ലാ സഹനങ്ങളുടെ മധ്യേ പിതാവിൻ്റെ, ദൈവപിതാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ആരാധനയുടെ ഈരടികൾ നമുക്ക് ആലപിക്കാം. ന്യായം ശ്രവിക്കാൻ ആളില്ലാതായി ഞാൻ എൻ്റെ നാവടക്കി. നീതി ലഭിക്കും വിധിയില്ലാതായി
വിധിയേറ്റു വാങ്ങി ഞാൻ. പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നു. എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. സങ്കടങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരുടെ ആശ്വാസദായകമായ വാക്കുകളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. We don't want any explanation. We need God's presence. ദൈവമേ, പത്രോസിൻ്റെ വഞ്ചി പോലെ ഞങ്ങളുടെ ജീവിതവും ഇപ്പോൾ ശൂന്യമാണ്. അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല. എങ്കിലും ഞങ്ങളുടെ ജീവിത തോണിയിലേക്ക് നീ കടന്നു വരിക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് നീ കടന്നു വരിക. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ അധ്വാനിക്കട്ടെ. നിന്റെ സാന്നിധ്യത്തിൻ്റെ നിറവിന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരവുണ്ടാകും. ദിവ്യകാരുണ്യനാഥ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിന്റെ അനുഗ്രഹത്തിൻ്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു കവിയട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹം, ആശീർവാദം സ്വീകരിക്കാൻ നമുക്കിപ്പോൾ ഒരുങ്ങാം.